അമ്മച്ചി ഇപ്പൊ കൊണ്ട് കിടന്നതേ ഉള്ളൂ. ഉറങ്ങി കാണില്ല. ഞാൻ വിളിക്കാം. അമ്മച്ചി മസ്തക്കിന്റെ നിരൂചായ എഴുന്നേറ്റി വന്ന്. പതിവില്ലാത്ത ഇന്നൊരു ഉറക്കം. ഹലോ അമ്മച്ചി, ഞാനാ. ആ മോനെ പറയടാ. എന്തൊക്കെയുണ്ട് അമ്മച്ചി വിശേഷം? എന്ത് വിശേഷമാ മോനെ, പെരുന്നാളാ. ആ ഇപ്രാവശ്യവും നിങ്ങളൊന്നും ഇല്ലല്ലോ. അതെങ്ങനെയാ അമ്മച്ചി? അമ്മച്ചിക്ക് അറിയത്തില്ല ഇവിടുത്തെ പ്രശ്നങ്ങള്. അത് തന്നെയുമല്ല, ഞങ്ങളെല്ലാരും കൂടി ഇവിടെ വരണമെങ്കിൽ എത്രായിരം രൂപ ചെലവാ. ആരീസിന് ലീവ് കിട്ടില്ല. എന്നാ അമ്മച്ചി കിടന്നു. ആ എന്നാ ശരി മോനെ. ഗുഡ് നൈറ്റ് അമ്മച്ചി. ആ പെരുന്നാളായിട്ട് അമ്മച്ചി വിഷമിച്ചിരിക്കുന്നേ? ഒന്നുമില്ല മക്കളെ, നിങ്ങൾ പള്ളിയിലേക്കാണോ? അതെ, അമ്മച്ചി വരുന്നില്ലേ? ആഗ്രഹമുണ്ട്. എന്നെ ആര് കൊണ്ടുപോകാനാ? മക്കളെല്ലാം അങ്ങ് വിദേശത്തല്ലേ. ഇനി എല്ലാവരും കൂടി ഒത്തൊരുമിച്ചൊരു പെരുന്നാൾ എന്ന് നടക്കാനാ? നടക്കുവോ ഇല്ലയോ? അമ്മച്ചിക്ക് റാസ കാണണമെന്ന് ആഗ്രഹമുണ്ടോ? അമ്മച്ചി, നമുക്ക് ഒരുമിച്ച് പോയാലോ? ആ പോകുന്നതൊക്കെ കൊള്ളാം. പിന്നെ നടുവേദനയാ മുട്ടുവേദനയാ നീ എന്നോട് പറഞ്ഞേക്കരുത്. ആ പിന്നാളെ വിളിക്കുമ്പോ ഞാൻ എന്നാ പറയും? ഇവിടെ കാണാൻ തുപ്പയുണ്ടല്ലോ. ഞാൻ ഇപ്പൊ തൂത്തിട്ട മിറ്റവാ. सची मैं थोड़ा रास्ता कंटे तो वेगम वापस आएगा। अम्मची को नहीं बोलने का, जल्दी आएगा। അവനിത് എവിടെ പോയതാ? അവനങ്ങോട്ട് കടയിലങ്ങോട്ട് പോയതാ. അമ്മച്ചി എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ തിരക്കുന്നേ? കേട്ടോടി പിള്ളാരെ, അവൻ റാസ കാണാൻ പോയതാ. ആ അവൻ ഭാഗ്യമുള്ളവനാ. ആ പിന്നെ നമ്മുടെ പള്ളിക്ക് ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതൊക്കെ അറിയാവോ നിങ്ങൾക്ക്? അതെന്ത് ചരിത്രം അമ്മച്ചി? പുണ്യാളന്റെ പാദം പതിഞ്ഞ മണ്ണാണിത്. നമ്മുടെ പള്ളിയിലെ റാസയ്ക്കും പെരുന്നാളിനുമൊക്കെ ഒരുപാട് കാലത്തെ ചരിത്രങ്ങളുണ്ട്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പകാലത്ത് പറഞ്ഞു കേട്ടിട്ടുള്ള കഥയാ. കഥയല്ല മക്കളെ, സത്യമാ. പുണ്യാളൻ ഈ നാടിന്റെ കാവൽ വിളക്കാണ്. ഒരിക്കൽ റാസ ഇറങ്ങുന്ന സമയമായപ്പോൾ ഭയങ്കര കാറ്റും കോളും നിറഞ്ഞു. കൊടുങ്ങനെ മഴ പെയ്തു. മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയായി. റാസയിൽ ഉണ്ടായിരുന്ന വെളിച്ചം മുഴുവൻ അണഞ്ഞു. അന്നേ ഇന്നത്തെ പോലെ നടക്കാൻ നല്ല വഴിയോ ലൈറ്റോ വെട്ടമോ ഒന്നുമില്ലല്ലോ. അങ്ങനെ ഈ നാട്ടിലെ നാനാജാതി മതസ്ഥർ ഒത്തൊരുമിച്ചുകൂടി ചൂട്ട് കത്തിച്ച് റാസയ്ക്ക് വെളിച്ചം കാട്ടി. ഇവന്റെ വലിയ വല്യപ്പൻ തോമായിക്കൊക്കെ ആ കഥ അറിയാം. അങ്ങനെയാണ് ആ കൊല്ലത്തെ പെരുന്നാൾ നടന്നത്. പിന്നീട് അതൊരാചാരവും അനുഷ്ഠാനവും ഒക്കെ ആയി മാറി. ആ ഇനി അതൊക്കെ പറഞ്ഞ് ഞാൻ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. നിങ്ങൾ പൊക്കോ മക്കളെ. ആഹാ, അമ്മച്ചി ഇല്ലാതെ ഞങ്ങൾ പോകാനോ? സഹതായുടെ കഥ പിന്നെ ഞങ്ങൾക്ക് ആര് പറഞ്ഞു തരാനുള്ളത്? അമ്മച്ചി പോയൊരുങ്ങി വാ. എങ്കിൽ നിൽക്കും മക്കളെ, എനിക്ക് വർക്കിച്ചൻ തന്ന കച്ചമുറി എടുത്തോണ്ട് വേഗം വരാം. അമ്മച്ചി ഇത്ര പെട്ടെന്ന് റെഡിയായോ? സഹതായുടെ പെരുന്നാളല്ലയോ, ഞാനൊന്ന് പോയിട്ട് വരാം.
നീ ആ ഗേറ്റ് ഒന്ന് അടച്ചേര്. അമ്മച്ചിയെ കൊണ്ടുപോകുന്നതൊക്കെ കൊള്ളാം, തിരിച്ച് ഇതുപോലെ ഇങ്ങ് എത്തിച്ചേക്കണം. അല്ലെ അമ്മച്ചിയുടെ മക്കള് ഫോൺ ചെയ്യുമ്പോഴേ ഞാനാ സമാധാനം പറയണ്ട. ഈ വർഷത്തെ പെരുന്നാളിനൊരു പ്രത്യേകതയുണ്ട്. അതെന്തു തന്നെ? ഈ അടുത്ത കാലത്ത് മുണ്ടത്തിക്കാട് വെടിക്കെട്ട് ദുരന്തം നടന്നില്ലേ? അന്ന് തിരുമേനി പറഞ്ഞത് നിനക്കറിയില്ലയോ? ഇല്ല. ഈ വർഷത്തെ അവിടെ പെരുന്നാളിന് വെടിക്കെട്ട് വേണ്ടാന്ന് വെച്ചു. ആ പൈസ പാവങ്ങളെ സഹായിക്കാനായിട്ട് മാറ്റിവെക്കാനും പറഞ്ഞു. ആ, അതൊരു നല്ല കാര്യമാണ്. ഒരുപാട് പേരുടെ മരണത്തിനിടയായ സംഭവമല്ലേ. ഇനി ഇങ്ങനൊരു ദുരന്തത്തിന് സാക്ഷ്യം വഹിക്കാൻ നമ്മുടെ സമൂഹത്തിന് കഴിയില്ല. മമ്മി അമ്മച്ചി പറഞ്ഞ കഥ തീർന്നോ? ഇല്ല മോനെ, ഇനിയും ഉണ്ട് ഒരുപാട് കഥകൾ. നീനാമ്മച്ചിക്ക് ഈ കഥയൊക്കെ എങ്ങനെ ഓർത്തിരിക്കാൻ പറ്റുന്നത്? അതൊക്കെ അങ്ങനെ അങ്ങ് മറക്കാൻ പറ്റുമോ മോളെ? രാവിലെ നമ്മുടെ ചെമ്പുമൂട്ടിൽ അരി ഇടുന്ന ഒരു ചടങ്ങുണ്ടല്ലോ. ആ, അറിയാം. ആ, അതിൻ്റെ പിന്നിൽ ഒരു കഥയുണ്ട്. വലിയ പള്ളി നിർമ്മാണത്തിന് കൊടുമൺ കുട്ടിവനത്തിൽ നിന്ന് ചന്ദനവും തേക്കും ഉൾപ്പെടെയുള്ള വൃക്ഷങ്ങൾ വെട്ടിയെടുത്ത് വലിയ തോട് കരയിലെത്തിച്ചു. എന്നാൽ കടുത്ത വേനലിൽ തോട് വറ്റി വരണ്ട് കിടക്കുകയായിരുന്നു. മനുഷ്യശക്തിക്കതീതമായി ആ പ്രതിസന്ധിയിൽ അചഞ്ചലമായ വിശ്വാസമുള്ള പൂർവികർ ദൈവസന്നിധിയിലേക്ക് കരങ്ങളുയർത്തി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അനുഗ്രഹ മഴ പെയ്തിറങ്ങി. വറ്റിയ തോട് നിറഞ്ഞൊഴുകി. അങ്ങനെ പള്ളി നിർമ്മാണത്തിന് ആവശ്യമായ തടികൾ പള്ളിക്ക് സമീപമുള്ള തോട്ടിൻകരയിൽ സുരക്ഷിതമായി എത്തിക്കപ്പെട്ടു. അന്ന് പള്ളി നിർമ്മാണത്തിന് ശ്രമദാനമായി എത്തിയവർക്ക് നാനാജാതി മതസ്ഥരായ നാട്ടുകാർ ചെമ്പുകളിൽ അരി പാകം ചെയ്ത് കുതിരപ്പുരയിലേക്ക് കൊണ്ടുവന്ന് വിതരണം ചെയ്തു. ഏറെ താമസിക്കാതെ ഓടിട്ട വലിയ ദേവാലയം ചന്ദനപ്പള്ളിയിൽ ഉയർന്നു. അന്നത്തെ അത്ഭുതകരമായ ദൈവാനുഗ്രഹത്തിന്റെ അനശ്വര സ്മരണയാണ് ഇന്ന് നമ്മൾ കാണുന്ന ചെമ്പെടുപ്പ്. ആ സാഹോദര്യത്തിന്റെ, സ്നേഹത്തിന്റെ, അന്നദാനത്തിന്റെയും പാരമ്പര്യം പിന്നീട് പെരുന്നാളിന്റെ അഭിവാജ്യ ഘടകമായി മാറി. മതസൗഹാർദ്ദത്തിൻ ഈറ്റെല്ലാം ഈ മണ്ണിൽ, ദേശത്തിൻ കാവൽ മധ്യസ്ഥൻ സഹദ ഈ വരുകി സഹദ. ആയിരങ്ങൾക്ക് അഭയസ്ഥാനമായി ദേവാലയത്തിൽ അമരുന്ന ചന്ദനപ്പള്ളിയിൽ വാണരുളിടുന്ന ഗീവരുകി സഹദ. ചന്ദനപ്പള്ളിയിൽ വാണരുളിടുന്ന ഗീവരുകി സഹദ. ആവേശമായി പെരുന്നാൾ, അനുഗ്രഹമായി പെരുന്നാൾ, നാളെങ്ങും ഉത്സവമായി സഹദാ പെരുന്നാൾ, ചന്ദനപ്പള്ളി പെരുന്നാൾ. ആവേശമായി പെരുന്നാൾ, അനുഗ്രഹമായി പെരുന്നാൾ, നാളെങ്ങും ഉത്സവമായി സഹദാ
പെരുന്നാൾ ചന്ദനപ്പള്ളി പെരുന്നാൾ ചന്ദനപ്പള്ളി പെരുന്നാൾ. നാടെങ്ങും ഉത്സവമാ ഗീവർഗീസിൻ പെരുന്നാൾ. നാടെങ്ങും ഉത്സവമാ ഗീവർഗീസിൻ പെരുന്നാൾ. സഹദായെന്നും ജനഹൃദയങ്ങളിൽ അശരണർക്കാലംബമാ. സഹദായെന്നും ജനഹൃദയങ്ങളിൽ അശരണർക്കാലംബമാ. മതസൗഹാർദ്ദത്തിൻ ഈറ്റില്ലാമീ മണ്ണിൽ ദേശത്തിൻ കാവൽ മധ്യസ്ഥൻ സഹദ ഗീവരുകി സഹദ. ദേശത്തിൻ കാവൽ മധ്യസ്ഥൻ സഹദ ഗീവരുകി സഹദ. ആവേശമായി പെരുന്നാൾ അനുഗ്രഹമായി പെരുന്നാൾ നാടെങ്ങും ഉത്സവമായി സഹദാ പെരുന്നാൾ ചന്ദനപ്പള്ളി പെരുന്നാൾ. ആവേശമായി പെരുന്നാൾ അനുഗ്രഹമായി പെരുന്നാൾ നാടെങ്ങും ഉത്സവമായി സഹദാ പെരുന്നാൾ ചന്ദനപ്പള്ളി പെരുന്നാൾ. സൗഹാർദ്ദത്തിൻ ഈറ്റെല്ലാം ഈ മണ്ണിൽ ദേശത്തിൻ കാവൽ മധ്യസ്ഥൻ സഹദ ഗീവരുകി സഹദ. ആയിരങ്ങൾക്ക് അഭയസ്ഥാനമായി ദേവാലയത്തിൽ അമരുന്ന ചന്ദനപ്പള്ളിയിൽ വാണരുളിടുന്ന ഗീവരുകി സഹദ. ചന്ദനപ്പള്ളിയിൽ വാണരുളിടുന്ന ഗീവരുകി സഹദ. ആവേശമായി പെരുന്നാൾ അനുഗ്രഹമായി പെരുന്നാൾ നാടെങ്ങും ഉത്സവമായി സഹദാ പെരുന്നാൾ ചന്ദനപ്പള്ളി പെരുന്നാൾ. ആവേശമായി പെരുന്നാൾ അനുഗ്രഹമായി പെരുന്നാൾ നാടെങ്ങും ഉത്സവമായി സഹദാ പെരുന്നാൾ ചന്ദനപ്പള്ളി പെരുന്നാൾ ചന്ദനപ്പള്ളി പെരുന്നാൾ. ഭയങ്കര മഴയായിരുന്നെങ്കിലും വേണ്ടില്ല മക്കളെ, സഹദായുടെ റാസ കാണാൻ പറ്റിയല്ലോ. എനിക്ക് സന്തോഷമായി. മേടം നാലു തിരുപതു തന്നിൽ മോർഗി വറുകി. അമ്മച്ചി അമ്മച്ചി ഞങ്ങളാ അമ്മച്ചി. അമ്മച്ചി, ഇതെന്താ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുന്നേ? മനസ്സിലായില്ലേ? ഇത് ഞങ്ങളാ, പെരുന്നാളല്ലേ, ഞങ്ങളുടെ വക ഒരു ഗിഫ്റ്റ്. ആഹാ, അമ്മച്ചി എഴുന്നേറ്റോ? അമ്മച്ചി, എല്ലാ പ്രാവശ്യം അമ്മച്ചിയല്ലേ ഞങ്ങൾക്ക് പെരുന്നാളിൻ്റെ ബീഫ് ഉണ്ടാക്കി തരുന്നത്. ഈ പ്രാവശ്യം ഞങ്ങളുടെ വകയായിട്ട് വെക്കാൻ തീരുമാനിച്ചു.
അമ്മയ്ക്ക് ഉണ്ടാക്കി തരുന്ന പോലെ തന്നെ. അമ്മച്ചി, ഞങ്ങളും ഉണ്ട് കേട്ടോ. പെരുന്നാളല്ലേ, നമുക്കെല്ലാവരും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചാലോ? ബാ. അമ്മച്ചിക്ക് ഇപ്പോഴും വിശ്വാസമായില്ലല്ലേ? ഞങ്ങൾ മക്കളും മരുമക്കളും ഒക്കെ വന്നത് അമ്മച്ചിക്ക് വിശ്വാസമായില്ല പെരുന്നാളായിട്ട്? വർക്കിച്ചായ, സന്തോഷമായി. അത്ഭുതം എന്നോണം എല്ലാവരും എത്തി. പെരുന്നാൾ ആഘോഷിച്ചു തിരിച്ചും പോയി. എല്ലാ സഹതയുടെ അനുഗ്രഹം. ഇതൊന്നും കാണാൻ എന്റെ വർക്കിച്ചാൻ ഇല്ലാണ്ട് പോയല്ലോ. സഹതായുടെ അത്ഭുതങ്ങൾ ഇനിയും അവസാനിക്കുന്നില്ല. ചന്ദനപ്പള്ളി പുണ്യാളൻ എന്നും ജനഹൃദയങ്ങളിൽ. ചന്ദനപ്പള്ളിയിൽ വാണരുളിടുന്ന ഗീവറുകീ സഹദാ. ആവേശമായി പെരുന്നാൾ, അനുഗ്രഹമായി പെരുന്നാൾ, നാടെങ്ങും ഉത്സവമായി സദാ പെരുന്നാൾ, ചന്ദനപ്പള്ളി പെരുന്നാൾ. ആവേശമായി പെരുന്നാൾ, അനുഗ്രഹമായി പെരുന്നാൾ, നാടെങ്ങും ഉത്സവമായി സദാ പെരുന്നാൾ, ചന്ദനപ്പള്ളി പെരുന്നാൾ, ചന്ദനപ്പള്ളി പെരുന്നാൾ. ജീവിതത്തിലെ ഏറ്റവും പ്രയാസകരമായ നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം വിശ്വാസത്തോടെ നിൽക്കാൻ ഞങ്ങളുണ്ട്. പത്തനംതിട്ട ജില്ലയിലെ ഇടത്തിട്ടയിൽ പ്രവർത്തിക്കുന്ന സെന്റ് മേരീസ് ഹോസ്പിറ്റൽ ആൻഡ് മോർച്ചറി. 24 മണിക്കൂർ ആംബുലൻസ് ആൻഡ് മൊബൈൽ മോർച്ചറി സർവീസ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന മോഡേൺ ഫ്രീസർ സിസ്റ്റം ഉപയോഗിച്ച് മൃതശരീരം സുരക്ഷിതമായി സംരക്ഷിക്കുന്ന വിശ്വസനീയമായ സേവനം. മൃതദേഹം ദൂരസ്ഥലങ്ങളിലേക്ക് സുരക്ഷിതമായി കൊണ്ടുപോകുന്നതിന് മൊബൈൽ മോർച്ചറി സേവനങ്ങൾ ഉപയോഗപ്പെടുത്താവുന്നതാണ്. നിങ്ങളുടെ ദുഃഖനിമിഷങ്ങളിൽ പൂർണ്ണ ഉത്തരവാദിത്തത്തോടെ സേവനം നൽകാൻ സെന്റ് മേരീസ് ഹോസ്പിറ്റൽ ആൻഡ് മോർച്ചറി നിങ്ങളോടൊപ്പമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ.